2025 ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെങ്കിൽ കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. അതേപോലെ തന്നെ 2025 ബിടെക് കഴിയാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിയാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതായത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ബിടെക് എന്ന് പറയുന്ന ആ ഒരു കരിയർ നിങ്ങൾ, അതായത് അല്ലെങ്കിൽ ബിടെക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇനി എന്ത് എന്നുള്ള രീതിയിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട് അല്ലേ. അതായത് ബിടെക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള എന്താ പറയുക, നിങ്ങളുടെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ എപ്പിസോഡ് മെക്കാനിക്കലുമായി റിലേറ്റഡ് ആയിരുന്നു. രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയേഴ്സിനുള്ള കരിയർ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഒരു കരിയർ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ സാലറി അല്ല, അതേപോലെ തന്നെ നിങ്ങൾ അതിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടോ, അതൊന്നും അല്ല ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ജോബ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് ചെയ്യാൻ പോകുന്ന ഒരു ജോലിയായിരിക്കും അത്. ആ ജോലി എന്ന് പറയുന്നത് ഏറ്റവും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് നിങ്ങളൊരു ജോബ് സെലക്ട് ചെയ്തു, ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമാ സംവിധായകൻ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമാ സംവിധായകനെ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരിക്കലും ആ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാൾക്ക്, നിങ്ങളിപ്പം നമ്മുടെ ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലിനെ കൺസിഡർ ചെയ്യുക. അവർക്ക് അഭിനയിക്കുന്ന സമയത്ത് ബോറടിക്കാന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ആ കരിയർ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതായത് ഇഷ്ടത്തോടു കൂടി ഒരു കരിയർ വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഓഫ് കോഴ്സ് അതിന്റെ പ്രാക്ടിക്കാലിറ്റി നോക്കണം. നിങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയണം. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് നോക്കണം. അപ്പൊ ഇതെല്ലാം നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ കരിയർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത്. സോ സിവിൽ എഞ്ചിനീയേഴ്സിന് എന്തെല്ലാം അവസരങ്ങളുടെ, ഒരുപാട് അവസരങ്ങളുടെ ഒരു കരിയർ ഓപ്ഷനാണ് ബിടെക് എന്ന് പറയുന്നത്. ബിടെക് സിവിൽ എന്ന് പറയുന്നത് എന്തെല്ലാം ഓപ്ഷൻസ് വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതിൽ ആദ്യത്തേത് ഗവൺമെന്റ് സെക്ടറാണ്. ഗവൺമെന്റ് സെക്ടറിൽ ഒട്ടനേകം തൊഴിലവസരങ്ങളാണ് സിവിൽ എഞ്ചിനീയേഴ്സിന് മറ്റേത് ബ്രാഞ്ചസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സെക്ടർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, അത് UPSCയുടെ സിവിൽ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റേറ്റ് PSCകൾ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ PWD, ഇറിഗേഷൻ, അർബൻ ഡെവലപ്മെന്റ്, ലോക്കൽ സെൽഫ് ഡിപ്പാർട്ട്മെന്റ്, LSGD ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സുകൾ സ്റ്റേറ്റ് PSCകളിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ PSUs നോക്കുകയാണെങ്കിൽ ONGCയിലും NTPCയിലും ബെല്ലിലും ഗെയിലും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് റെയിൽവേയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും. റെയിൽവേയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് DMRC, ISRO, DRDO, ഇതിലൊക്കെ ജൂനിയർ എഞ്ചിനീയർ ഓർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ് വരുന്നുണ്ടാവുക. സോ അത്യാവശ്യം നല്ല സാലറീഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സെക്ടർ ജോബാണ്. പിന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ട്, അതിൽ ടൗൺ പ്ലാനിങ്, വാട്ടർ റിസോഴ്സ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നിങ്ങൾക്ക് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. സോ ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് തൊഴിലവസരങ്ങളാണ് സിവിൽ എഞ്ചിനീയേഴ്സിനുള്ളത്. ഗവൺമെന്റ് സെക്ടർ ജോബിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ജോബ് ലഭിക്കാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ജോബ്സിലൂടെ ആയിരിക്കും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതി പറയല്ല, ഒന്ന് കുറച്ച് കൂടുതൽ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. നന്നായിട്ട് ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് സാലറി വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു പ്രൈവറ്റ് സെക്ടർ ജോബിനെക്കാട്ടിലും സാലറി വളരെ കുറവായിരിക്കും ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന് ലഭിക്കാൻ പോകുന്നത്. അത് ഡിപ്പെൻസ് ആണ്, പോസ്റ്റിനനുസരിച്ച് വേരി ചെയ്യും എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പല കരിയർ ഓപ്ഷൻസ് പരിചയപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും ഒരു കരിയർ ഓപ്ഷൻ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ അതിലേക്ക് തിരിയണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിലേക്ക് എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അത് തന്നെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണാൻ പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൈറ്റ് എഞ്ചിനീയർ ഓർ പ്രൊജക്ട് എഞ്ചിനീയർ ആണ് പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഒരു മേഖല. അതേപോലെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഓർ ഡിസൈൻ എഞ്ചിനീയർ നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് പറയുന്നത്. അതേപോലെ QA QC അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ, ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളില്ല. ഇപ്പൊ എൻട്രി തന്നെ നമ്മൾ ഇതിന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വാണ്ടിറ്റി സർവേയറിന്റെ. അപ്പൊ അതിലൊക്കെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി സർവേയർ കോഴ്സിലൂടെ ജോലി ലഭിച്ച ആളുകളുണ്ട്. അതേപോലെ കൺസ്ട്രക്ഷൻ മാനേജർ ഓർ പ്ലാനിംഗ് എഞ്ചിനീയർ, അതേപോലെ കമ്പനീസ് ഹയറിംഗ് ലൈക്ക് L&T, ഇതൊക്കെ L&T, ഷപ്പൂർജി, പലോൺജി, ടാറ്റ പ്രൊജക്ട്സ്, ഇതെല്ലാം എന്താണ്, അഫ്കോൺസ്, ഇതെല്ലാം
കമ്പനീസ് ഹയർ ചെയ്യുന്ന കമ്പനീസ് ആണ്, അതായത് സിവിൽ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുന്ന കമ്പനീസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ജോബുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരുപാട് തൊഴിലവസരങ്ങളാണ് സിവിൽ എഞ്ചിനീയേഴ്സിനെ കാത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷന് പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MTech ഓർ ME എടുക്കാം. ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിൽ തന്നെ സ്ട്രക്ചറിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതേപോലെ ട്രാൻസ്പോർട്ടേഷന്, ജിയോ ടെക്നിക്കൽ, എൻവിറോൺമെന്റൽ, എക്സ്ട്രാ അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് MTech എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ MBA നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതേപോലെ ജനറൽ, അതേപോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, MBA എടുക്കാവുന്നതാണ്. ഇനി പുറത്ത് MS എടുക്കാനാണ്, പുറത്ത് പോവുകയാണ്, അബ്രോഡ് പോയിട്ട് MS എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. MS ഇൻ സിവിൽ കൺസ്ട്രക്ഷൻ, എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ്, അതിൽ നിങ്ങൾക്ക് പല രാജ്യങ്ങൾ, USA, കാനഡയിൽ, ജർമ്മനിയിൽ, ഓസ്ട്രേലിയയിലൊക്കെ നിങ്ങൾക്ക് പോവാം. GRE, TOEFL ഓർ IELTS പോലെ എക്സാംസുകളായിരിക്കും അവിടെ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സോ വിച്ച് മീൻസ് ഒരുപാട് ഓപ്ഷൻസ് ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 3 സെക്ടറുകളാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് സെക്ടറാണ്, രണ്ടാമത്തേത് പ്രൈവറ്റ് സെക്ടറാണ്, മൂന്നാമത്തേത് ഹയർ സ്റ്റഡീസിന് പോവുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ടെക് ആൻഡ് നോൺ കോർ പാത്ത് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ചേഞ്ച് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോർ ഫീൽഡിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഓർ IT സെക്ടറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് ഈ BTech കഴിഞ്ഞ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം കോഡിംഗ് ഒക്കെ ആർക്കും പഠിക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലും ബേസിക് മാത്തമാറ്റിക്കൽ സ്കിൽസും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യാം, കോഡിംഗ് ഒക്കെ പഠിക്കാം. ലേൺ കോഡിംഗ് ആൻഡ് സ്വിച്ച് ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓർ ടെക്നിക്കൽ സപ്പോർട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാം. ജോയിൻ കമ്പനി ലൈക്ക് TCS, ഇൻഫോസിസ്, വിപ്രോ. അതായത് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേർക്കൊക്കെ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടാവും. കൂടുതൽ പ്ലേസ്മെന്റ് വന്നിട്ടുണ്ടാവുക ഈ IT സെക്ടറിലാണ്. പിന്നെ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസും വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്. ലേൺ ടൂൾസ് ലൈക്ക് എക്സൽ, പൈത്തൺ, SQL, അതേപോലെ പവർ BI ഒക്കെ അതിൽ പറ്റുന്നതാണ്. ദെൻ മെനി സിവിൽ ഗ്രാജുവേറ്റ്സ് മൂവ് ഇൻ ടു ഡാറ്റ റോൾസ് വിത്ത് ഷോർട്ട് ടേം സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിലൊക്കെ ചെറിയ ഷോർട്ട് ടേം സർട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് കരിയർ സ്വിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് എന്താണ്, ഡയറക്ട്ലി നമ്മൾ കോർ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോകുന്നതിനാണ് ഈ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇനി സ്കിൽ ബേസ്ഡ് സർട്ടിഫിക്കേഷൻസ്, അതായത് നിങ്ങൾ ചില സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയേഴ്സിന് ഗ്യാദർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ AutoCAD, അതേപോലെ ETABS, Revit, SketchUp, STAAD Pro, അതേപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, ക്വാണ്ടിറ്റി സർവേയിങ്, BIM, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, BIM ഒക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. PMP, പ്രൊജക്ട് മാനേജ്മെന്റ് പ്രൊഫഷണൽ, ഇതെല്ലാം എന്താണ്, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുന്നിൽ കരിയർ എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എന്റർപ്രീനർഷിപ്പ് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് യുവർ ഓൺ കൺസ്ട്രക്ഷൻ ഓർ കൺസൾട്ടൻസി ഓർ ഇന്റീരിയർ ഡിസൈനിങ് ഫേം. നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങാം. അതും ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സുകൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കൊരു കരിയറിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല, മറിച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫേം സ്റ്റാർട്ട് ചെയ്ത് മറ്റനേകം ആളുകൾക്ക് ജോലി കൊടുക്കാനാണെങ്കിൽ നിങ്ങളുടെ ഫേം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഫ്രീലാൻസ് ഇൻ AutoCAD, നേരത്തെ പറഞ്ഞ AutoCAD നമ്മൾ ഒരു കോഴ്സ് ഒക്കെ ചെയ്യുക, എന്നിട്ട് അതിൽ തന്നെ നമ്മൾ ട്രെയിനറായിട്ട് മാറുക. യെസ്, എസ്റ്റിമേഷൻ ഓർ ക്വാണ്ടിറ്റി സർവേയിങ് ഒക്കെ നമുക്ക് അതേപോലെ ആവാം. അതേപോലെ വർക്ക് ആസ് എ സർട്ടിഫിക്കറ്റ് കോൺട്രാക്ടർ ഓർ ബിൽഡിംഗ് പ്ലാനർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മാറാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒട്ടനേകം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കരിയർ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ സീരീസിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ചൂസ് യുവർ കരിയർ വൈസ്ലി നമ്മൾ പറയുന്നത്. നിങ്ങൾ ഏറ്റവും മികച്ച കരിയർ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതായത് ഞാനിവിടെ പല മേഖലകളെ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 മേഖലകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്നിട്ട് ഈ 3 മേഖലകളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. എന്നിട്ട് അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രൈറ്റീരിയ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയായിരിക്കണം, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരിക്കണം. അതേപോലെ മൂന്നാമത്തേത് നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സാലറി സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഏരിയ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി അതിലേക്കുള്ള യാത്രയിലായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലൈഫിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.